ഹലോ, നമുക്കിന്നൊരു ടേബിൾ ലാമ്പ് ചെയ്താലോ? ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണിത്. ലെങ്ത്ത് കുറച്ചുള്ള കാരണം ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാതെ ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ലാമ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നമ്മൾ മിഠായി ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇങ്ങനത്തെ പാത്രം വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ അതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറും വേണം. പിന്നെ ഇങ്ങനെ ഒരു കോർക്ക് ലൈറ്റും വേണം. കോർക്ക് ലൈറ്റ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ലൈറ്റ്. എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ലൈറ്റ് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ടിഷ്യൂ എടുത്തിട്ട് മടക്കിയിട്ട് ഒരേ സൈസിലുള്ള കുറേ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. ഭയങ്കര തിന്നായ ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് പരസ്പരം ഇങ്ങനെ ഒട്ടിയിട്ടാണ് ഉണ്ടാവുക. അത് നമ്മളിങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ വേർതിരിച്ചെടുക്കണം. ഓരോന്നായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ പാത്രം ഇല്ലേ, നമ്മൾ ആദ്യം ലൈറ്റ് ഫിറ്റ് ചെയ്ത് വെച്ച പാത്രത്തിൻ്റെ മുകളിൽ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ബ്രഷോ അല്ലെങ്കിൽ പാന് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ആ പാത്രം മൊത്തത്തിൽ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്യുക. പിന്നെ ഇതുപോലെ കട്ടിലൊരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടുക. ഇത് നമ്മളെ ലാമ്പിൻ്റെ നടുവിലൊരു സ്റ്റിക്ക് പോലൊരു സംഭവം ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് ഒട്ടിച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ കാർഡ്ബോർഡിൻ്റെ 2 സർക്കിൾ എടുത്തിട്ട് ഒരു സർക്കിളിൽ ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച സ്റ്റിക്കില്ലേ അതിൻ്റെ കറക്റ്റ് അളവിന് നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ 2 സർക്കിളും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതുപോലെ ചെയ്തിട്ട് ഈ 2 സർക്കിളും കൂടെ ഒന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കുക. പിന്നെ ഈ സർക്കിൾ മൊത്തത്തിൽ ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ സ്റ്റിക്ക് പോലുള്ള സംഭവമില്ലേ അത് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കിയിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് അവിടെ സ്റ്റിക്ക് ചെയ്തതിൻ്റെ ശേഷം ഇത് മൊത്തത്തിലൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിക്കാം കേട്ടോ. ഞാനിവിടെ പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. പെയിൻറ്റ് അടിച്ചിട്ടും ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ താഴ്ഭാഗത്തൊരു സർക്കിള് വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പെയിൻറ്റ് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ലാമ്പിൻ്റെ ഹെഡില്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് അതൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളെ ലാമ്പ് റെഡി ആക്കണേ. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ലാമ്പ് ഫുൾ സെറ്റായി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷോർട്സ് വീഡിയോക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരുന്നു. അതാണ് ഇങ്ങനെ തല തിരിഞ്ഞുകൊണ്ട് നിൽക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതൊന്നും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.